സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആയുധമായി പ്രതിപക്ഷം ഉയർത്തി കാണിച്ചതായിരുന്നു എക്സാലോജിക്കും CMRലുമായുള്ള കരാറുകൾ. എന്നാൽ ഇതെല്ലാം സുതാര്യമാണ്, തങ്ങൾക്ക് ഇതിനെ ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ വാദം. എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി അടിമുടി ദുരൂഹതയാണ്. പുതിയ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നുള്ള ശുപാർശയും വരുന്നുണ്ട്. പുതുതായി വരുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ കമ്പനിയുടെ പേരിലല്ലാതെ സ്വന്തമായി പണം കൈപ്പറ്റിയെന്നാണ്. കൂടാതെ തന്നെ ROC റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇത് CPIMനെയും മുഖ്യമന്ത്രിയെയും സാരമായി തന്നെ ബാധിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കനത്ത വിമർശനമുയർത്തുകയാണ് പ്രതിപക്ഷവും. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വീഴാനുള്ള സാധ്യതയുണ്ടെന്നും പ്രതിപക്ഷം കണക്കുകൂട്ടുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കമ്പനിയുടെ പേരിലല്ലാതെ വ്യക്തിപരമായി CMRലിൽ നിന്നും പണം കൈപ്പറ്റിയതിനെയും ചോദ്യം ചെയ്തുകൊണ്ടാണ് രജിസ്റ്റർ ഓഫ് കമ്പനീസ് വന്നത്. 55 ലക്ഷം രൂപ സ്വന്തം അക്കൗണ്ടിലേക്ക് വന്നതിനെ കുറിച്ചുള്ള വീണയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. അതേസമയം തന്നെ ROCയുടെ ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ല എന്നായിരുന്നു വീണയുടെ തിരിച്ചുള്ള മറുപടി. വീണയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെ പണമെത്തി, കമ്പനിയുടെ പേരിലല്ലാതെ എങ്ങനെ പണം കൈപ്പറ്റിയെന്നാണ് ROCയുടെ ചോദ്യം. 55 ലക്ഷം രൂപ കിട്ടിയത് എങ്ങനെയാണ്? എന്നാൽ സ്വന്തം നിലയിൽ നൽകിയ സോഫ്റ്റ്വെയർ സേവനത്തിനാണെന്നാണ് വീണ മറുപടി നൽകിയത്. ഇതിനായി പ്രത്യേക കരാറില്ലെന്നും വീണയുടെ മറുപടിയിലുണ്ട്. വീണയുടെ മറുപടി തൃപ്തികരമല്ല എന്നായിരുന്നു നിലവിലെ അന്വേഷണ റിപ്പോർട്ട്. ചോദ്യങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് പറഞ്ഞ വീണ ചോദ്യങ്ങൾക്ക് ആധാരമായ രേഖകളുടെ വിവരം തന്നാൽ തുടർ മറുപടി നൽകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേസമയം തന്നെ CMRL എക്സാലോജിക് ഇടപാടിൽ മാത്രമല്ല ROC ക്രമക്കേട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാലോജിക്കിന് സോഫ്റ്റ്വെയർ സർവീസിന് എന്ന പേരിൽ പ്രതിമാസം 3 ലക്ഷം രൂപ കിട്ടിയതിന് പുറമെ വീണയുടെ അക്കൗണ്ടിലേക്ക് പണം എത്തിയതിനാലാണ് ROC സംശയം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് ചൂണ്ടിക്കാട്ടാനായിരുന്നു ബംഗളൂരു ROCയുടെ ചോദ്യം. സ്വന്തം നിലയിൽ സോഫ്റ്റ്വെയർ കൺസൾട്ടൻസി സേവനം നൽകാനാകുന്ന IT പ്രൊഫഷണലാണ് താനെന്നായിരുന്നു വീണയുടെ മറുപടി. അത്തരം സേവനമാണ് CMRലിന് നൽകിയത്. പക്ഷേ ഇതിനായി പ്രത്യേക കരാർ ഇല്ല എന്ന് വീണ സമ്മതിക്കുന്നുമുണ്ട്. ഇങ്ങനെ കൈപ്പറ്റിയ പണത്തിന് നികുതി അടച്ചിട്ടുണ്ടെന്നും മറുപടിയിലുണ്ട്. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. ROC ചോദ്യങ്ങളിൽ അവ്യക്തതയുണ്ടെന്ന് വീണ വീണ്ടും പറഞ്ഞു. ചോദ്യങ്ങൾക്ക് ROC ആധാരമാക്കിയ രേഖകളുടെ വിശദാംശങ്ങൾ നൽകിയാൽ തുടർ മറുപടി നൽകാമെന്നും പറയുന്നുണ്ടായിരുന്നു. വീണയാണോ എക്സാലോജിക്കാണോ CMRലിന് സേവനം നൽകിയത്, എന്തൊക്കെ സേവനം നൽകി എന്നീ കാര്യങ്ങളിലെ മറുപടികളിൽ തൃപ്തികരമല്ല എന്നാണ് ROC പറഞ്ഞത്. വീണയും കമ്പനിയും നൽകിയ മറുപടികൾ തള്ളിയാണ് കമ്പനി ഇടപാടുകളിലെ തട്ടിപ്പിനും രേഖകളിൽ കൃത്രിമം കാണിച്ചതിനും എതിരായി വകുപ്പുകൾ ചുമത്താമെന്ന് ROC കണ്ടെത്തിയത്. ഇത് വീണയെ ചുറ്റിപ്പറ്റി മാത്രമുള്ള രേഖകളാണ്. വീണ പറഞ്ഞ മറുപടി തൃപ്തികരമല്ല എന്ന് ROC വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഈ കേസ്. അതേസമയം തന്നെ ദുരൂഹതയാണെങ്കിൽ കൂടുതൽ മുഴുകുകയുമാണ്. എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ പരാമർശിച്ച് ROC റിപ്പോർട്ട് വന്നതാണ് അടുത്ത വാർത്ത. മുഖ്യമന്ത്രിക്ക് CMRലിൽ പരോക്ഷ നിയന്ത്രണമുണ്ടെന്നും KSIDCക്ക് ഓഹരിയുള്ള കമ്പനിയാണ് CMRൽ നിന്നും ROC റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. വീണയ്ക്കൊപ്പം മുഖ്യമന്ത്രിയുടെ പേരും ROC റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് അതീവ ഗൗരവകരമാണ്. എക്സാലോജിക്കുമായി നടന്നത് തൽപരകക്ഷി ഇടപാടാണെന്നും ഇത് വെളിപ്പെടുത്താതിരുന്നത് നിയമലംഘനമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിൽ ദുരൂഹതയെന്ന് രജിസ്റ്റർ ഓഫ് കമ്പനീസ് റിപ്പോർട്ടിൽ ആദ്യം വ്യക്തമാക്കിയിരുന്നു. CMRലിൽ നിന്ന് പണം വാങ്ങിയത് പ്രതിഫലത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും എക്സാലോജിക്കിനെ ഹാജരാക്കാനില്ലെന്നും എന്നാൽ വാങ്ങിയ പണത്തിന് GST അടച്ചെന്ന വിവരം എക്സാലോജിക്ക് കൈമാറിയെന്നും ബംഗളൂരു ROCയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിഷയം അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷണത്തിന് വിടാമെന്ന് ബംഗളൂരു ROC റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എക്സാലോജിക്കിനെതിരെ അന്വേഷണം CBIക്കോ EDക്കോ വിടാമെന്നും ROC റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. CMRലുമായി കരാറിന്റെ വിശദാംശങ്ങൾക്ക് എക്സാലോജിക് മറച്ചുവെച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സെക്ഷൻ 447, 448 പ്രകാരം നടപടിയെടുക്കാമെന്നും ROC റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പിഴയും തടവ് ശിക്ഷയും ലഭിക്കാവുന്ന വകുപ്പുകളാണ് നടപടി ശുപാർശയിൽ ROC ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റേതായിരുന്നു ഉത്തരവ്. വീണ വിജയന്റെ കമ്പനി കൈപ്പറ്റിയ തുകയെക്കുറിച്ചാണ് പ്രധാനമായും അന്വേഷിക്കുക. 4 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു. അന്വേഷണത്തിന് 3 അംഗ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തെയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. കരിമണൽ കമ്പനിയായ CMRലിനെതിരെയും പൊതുമേഖലാ സ്ഥാപനമായ വ്യവസായ കോർപ്പറേഷനുമെതിരെയാണ് അന്വേഷണം. സർക്കാരിന്റെ വാദം തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ വരാറുണ്ട് എന്നുള്ളതായിരുന്നു. ആദ്യം ലാവലിൻ കേസായിരുന്നുവെന്നും പിന്നീട് സ്വർണ്ണക്കടത്ത് കേസായിരുന്നു എന്നെല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോപണവും വിശദീകരണവും വെളുപ്പിക്കലുമെല്ലാം തന്നെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇതേ സാഹചര്യത്തിൽ വീണ്ടും
ഈ ഒരു CM മോഡൽ എന്നുള്ള പുതിയ പടച്ചട്ടയണിയുകയാണ് അഥവാ പ്രതിരോധം തീർക്കുകയാണ് പ്രതിപക്ഷമെന്നായിരുന്നു സർക്കാരിന്റെ വാദം. ആ വാദങ്ങളെല്ലാമാണ് ഇപ്പോൾ പൊളിയുന്നത്. പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ചില പരാമർശങ്ങളുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ വരുന്ന സമയത്ത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്കും, മടിയിൽ കനമില്ലാത്തവന് ഭയപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം എപ്പോഴും പറയാറ്. പക്ഷേ ഭയപ്പെട്ടു തുടങ്ങേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുടുങ്ങുന്നത് മുഖ്യമന്ത്രിയോ അതോ മകൾ വീണയാണോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി സംശയം നിലനിൽക്കുന്നത്.